ഹായ് ഓൾ, ഒത്തിരി സന്തോഷത്തോടെ കേട്ടോ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇത് അലൻകുട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് അമാലിയ. അലൻ്റെയും അമാലിയയുടെയും ഫിക്സിംഗ് സെറിമണിയാണ്, മാരേജ് ഫിക്സിംഗ് സെറിമണി. വളരെ വേണ്ടപ്പെട്ട കുറച്ച് കസിൻസും 1-2 ഫ്രണ്ട്സും മാത്രമായിട്ട് അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് ഞങ്ങൾ നടത്തുകയാണ്. കല്യാണത്തിന് എല്ലാവരെയും വിളിക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രത്യേക ഒരു എനർജി, ഒരു വൈബിലാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും. അപ്പോൾ അലൻ്റെയും അമാലിയുടെയും ഫിക്സിംഗ് സെറിമണിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജീവിതത്തിലെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്കാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാവർക്കും അലൻ്റെയും അമാലിയുടെയും ഫിക്സിംഗ് സെറിമണിയിലേക്ക്. So I would like to have Alna and Amanda for the prayer song. നിന്നുകൊണ്ടാണ് അവർ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ എൻഡിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഞാൻ അലന്റെ പപ്പ സാജു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് അലന്റെയും അമാലിയുടെയും ഫിക്സിംഗ് സെലിബ്രേഷൻ നടക്കുകയാണ്. അതിനുവേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന 2 കുടുംബങ്ങളുടെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ നിച്ചു വിളി. അച്ഛൻ വളരെ തിരക്കുള്ള ദിവസമാണ്, സൺഡേ ആണ്, പല പരിപാടികളുണ്ട്, ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. എങ്കിലും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് 12 മണിക്ക് വരും, പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം പോകും, തിരക്കാണ് എന്ന് പറഞ്ഞിവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അച്ഛന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ അലനും അമാലിയാണ്. അവരുടെ സ്ഥലത്ത് ഫിസിക്കലി എത്തേണ്ടവരാണ്, എത്തിയിട്ടില്ലെങ്കിലും വെർച്വലി അവർ കാണുന്നുണ്ട്. അപ്പൊ അവരെയും ഈ ഫംഗ്ഷനിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ല്ലാതെ ഒന്നും തന്നെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുകയില്ല. സോ ഇവിടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവരുടെ 2 പേരുടെ ഫാമിലിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. സോ ആദ്യം തന്നെ നമ്മുടെ ഗ്രൂം അലൻ കാൽഗരിയിൽ PG ഇൻ ബിസിനസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞ് US based OPU ഗ്രൂപ്പിൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. ബ്രൈഡ് അമാലിയ ടൊറന്റോയിൽ PG ഇൻ ബിസിനസ് അനലിറ്റിക്സ് കഴിഞ്ഞ് റോജേഴ്സ് കമ്മ്യൂണിക്കേഷനിൽ ടെക്നിക്കൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അലന്റെ അപ്പ സാജു സർ ഇടുക്കി തടത്തിൽ കുടുംബാംഗമാണ്. സാജു സർ കൊച്ചിൻ റിഫൈനറിയിൽ സ്റ്റോക്ക് ആൻഡ് ഓയിൽ മൂവ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ സിന്ധു ജോസഫ് ആലങ്ങാട് കളപ്പറമ്പത്ത് കുടുംബാംഗമാണ്. വിദ്യാജ്യോതി സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നു. അലന്റെ സിസ്റ്റർ അൽന
ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റിയിൽ പഠിക്കുന്നു. കുറച്ച് നാളുകളായി മാമിനെയും സാജു സാറിനെ എല്ലാം നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോ ഒരു 3 വർഷമായിട്ടാണ് മാമിന്റെ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എന്റെ ഒരു മദറിന്റെ സ്ഥാനത്ത് തന്നെയാണ് ആക്ച്വലി മാം ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാജു സാറിന്റെ അടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു ഗാർഡിയൻസിനെ പോലെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളത്. ഞാൻ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. സോ ബേസിക്കലി അങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരും എനിക്കുള്ളത്. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സിനോട് മാത്രമാണ് മാം ഈ മാരേജിന്റെ കാര്യം ഷെയർ ചെയ്തത്. ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിന്റെ ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഞങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് ഒരു മോൾ കൂടി വരുന്നതിന്റെ ആ ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിച്ചത്. ആ ഒരു പ്രപ്പോസൽ ഫിക്സ് ആയതിനു ശേഷം അലനും അമാലിയക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പോലും ആദ്യം ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് മാമിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏത് ഇൻസിഡന്റിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്വൈസസും ഞങ്ങൾക്ക് യഥാസമയം ഇവർ രണ്ടുപേരും പ്രായ വ്യത്യാസം ഇല്ലാതെ നമ്മുടെ കൂടെ നിർത്തി എന്തും പറഞ്ഞു തരാനായിട്ട് കെൽപ്പുള്ള 2 പേരാണ് അവര്. ഇപ്പൊ നോർമലി ഞങ്ങൾ ഇങ്ങനെ പറയും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് മാമിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ മാം പറയും ഞങ്ങൾ തമ്മിൽ നല്ല അടിയാണ്, അങ്ങനൊന്നും അല്ല എന്ന് മാം ഞങ്ങൾക്ക് പറയും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹർ ഓൾ കോൺവെർസേഷൻസ് എൻഡ്സ് വിത്ത് സാജ് ചേട്ടായി ലൈക്ക് ദാറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു അടുത്ത ഫാമിലി മെമ്പർ നമുക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഷീ ഈസ് സിമ്പിൾ ബോൾഡ് ആൻഡ് ലൈക്ക് ബ്യൂട്ടിഫുൾ ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ വിശ്വാസത്തിലും തന്നെയാണ് അവര് വളർത്തിയിരിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമിന്റെ പ്രാർത്ഥനയുള്ള വിശ്വാസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. നമ്മുടെ സ്കൂളിലാണെങ്കിലും ലൈക്ക് മാമിന്റെ ആ ഒരു പ്രാർത്ഥനയുടെയും ആ ഒരു ബ്ലെസ്സിങ്സ് ഫുൾ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്കൂൾ അറ്റ്മോസ്ഫിയറിലാണെങ്കിലും കടന്നു വരുന്നത്. അപ്പോ അമാലിക്കും ഈ കുടുംബത്തിലുള്ള ബ്ലെസ്സിങ്സും ആ സന്തോഷവും ഒക്കെ ത്രൂ ഔട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ നൗ അമാലിയുടെ പപ്പ മിസ്റ്റർ PS തോമസ് കോതമംഗലം പാരക്കൽ കുടുംബം അംഗമാണ്. He is working as senior manager at MHD in Sultanate of Oman. അമാലിയുടെ അമ്മ മിസസ് ലിലി തോമസ് പഴയനാട് പാരക്കൽ കുടുംബാംഗമാണ്. ഒമാനിൽ 21 വർഷം നഴ്സായിട്ട് വർക്ക് ചെയ്ത മാം കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലും പിന്നെ ഒമാനിലുമായിട്ട് മാറി മാറി നിൽക്കുകയാണ് ഇപ്പോ. അമാലിയുടെ ട്വിൻ സിസ്റ്റർ അമാന്ത മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ MBBS ലാസ്റ്റ് ഇയർ എക്സാം എഴുതിയിരിക്കും. സോ മാമിന്റെ സംസാരത്തിൽ ഒന്ന് ബേസിക്കലി എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അപ്പമാരും ഏകദേശം ഒരേ വൈബാണെന്നാണ്. പിന്നെ അവർക്ക് ഏകദേശം ഒരേ മുഖച്ഛായയാണെന്നാണ് മാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എഡിറ്റിംഗാരായത് കൊണ്ടാണെന്നാണോ അറിയില്ല, 2 പേർക്ക് ഏകദേശം അവരുടെ എന്താ പറയാ പോയിന്റ് ഓഫ് വ്യൂ ആശയങ്ങളും ഒക്കെ ഏകദേശം സിമിലർ ആണെന്നാണ് മാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അമ്മമാരെ പറ്റി പറയുവാണെങ്കിൽ 2 പേരും പൊതുവെ സംസാരപ്രിയരാണെന്നാണ് മാം പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു വൈബും ഈ ഒരു സന്തോഷവും ഇനി തുടർന്ന് മുന്നോട്ടും നിങ്ങളുടെ 2 പേരുടെയും ഫാമിലിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അമ്മാന്റെ കുറച്ച് കാലങ്ങളായി പഠനത്തിന്റെ തിരക്കുകളാണ്. പിന്നെ അമാലി ഇല്ലാത്തതിന്റെ ഒരു കുഞ്ഞു സന്തോഷവും അമ്മാന്റെ ഉണ്ട് ഇപ്പോ. സോ ബേസിക്കലി മാമിന്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇടപഴകുന്നതിൽ വളരെ ലൈക് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അമാൻഡയുടെ എന്നാണ് മാം എന്റെ അടുത്ത് മെൻഷൻ ചെയ്തത്. അതുകൂടാതെ അമാൻഡയെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞു. അമാൻഡയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ protective and transparent. I'm really lucky to have you as my sister എന്നാണ് അമാൻഡയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ഇതാണ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ഇതൊരു പ്രൊമോഷൻ ആണ് ഫാമിലിയെ പറ്റിയുള്ളത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി ഫാമിലി മെമ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കും. Now we will moving on to a small ceremony. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒത്തുചേരലിനായിട്ട് ഞാൻ ഇരുവരുടെയും ഫാമിലിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു.
കൂടിയാണ് ഇന്ന് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. സോ ഇവിടെ അലനും അമാലിയയ്ക്കും വേണ്ടിയിട്ട് ദീപം തെളിയിക്കുവാനായി കുറച്ച് വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് ഞാൻ സിന്ധു മാമിനെ തന്നെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വെരി ഗുഡ് മോർണിംഗ് ആൾ. ഒത്തിരി പരിപാടിക്ക് കോമ്പയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവിലെ പെട്ടെന്നറിയില്ല, ഭയങ്കര ടെൻഷൻ. കസിൻസ് ചേച്ചിമാരെ വിളിച്ചത് പറഞ്ഞു, നമ്മൾ അമ്മായിയമ്മയൊക്കെ ആവുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ സ്റ്റേജിൽ നടക്കണ പോലെയല്ല. അത് ഇവിടെ വന്നിരുന്നപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ റിജുവച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. സാഹചര്യ സ്വാഗതം ചെയ്തു. ഒരു 3-4 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്ത് ബ്ലെസ്ഡ് സാക്രമെന്റ് ചർച്ച് എന്ന് പറയും, ഇടവകയിലെ ഫാദറാണ്. എനിക്ക് എടുത്തു വലുത്ത് നിൽക്കുന്ന 2 ഫാദേഴ്സാണ്. ഒന്ന് ഫാദർ റിച്ചു വെളിയിൽ, അനദർ വൺ സെയിന്റ് ജോർജ്, അവിടുത്തെ വികാരിയാണ്. അപ്പോ ഇവരെന്ന് പറഞ്ഞാൽ 2 പേരും ഒരു പ്രാർത്ഥനയിലും ധ്യാനത്തിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് സഭയുടെ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇപ്പോഴും ഒരു മോറൽ സപ്പോർട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. ഈ ഒരു കല്യാണാലോചന വന്നപ്പോൾ തൊട്ട് 2 അച്ഛന്മാരെ വിളിച്ച് കാര്യം പറഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, തക്കതായ തീരുമാനമാണെങ്കിൽ മാത്രം നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആഴ്ചയും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 2 അച്ഛന്മാരെ വിളിക്കും, എന്തായി. അപ്പോൾ അവർ തമ്മിൽ കണ്ടിട്ട് 1 മാസം അവർക്ക് സ്പാർക്ക് കിട്ടുമോ എന്നറിയാൻ വേണമെന്ന് പറഞ്ഞു. യങ് ജനറേഷൻ ആണല്ലോ, പച്ചപ്പെടുന്നത് അത്യാവശ്യമാണ്, 2 പേരും ഫോണിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെയും സനോസിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുവാണ്. ഇനി അതിൻ്റെ കൂടെയുള്ളത് അപ്പച്ചൻ 7 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. ഈ കിഴക്കമ്പലത്തേക്ക് അപ്പച്ചനും അമ്മച്ചിയും വീട് വിറ്റ് വരുന്നത് അലന്റെ ചിരി കണ്ടിട്ടാണ്. അപ്പോ അലൻകുട്ടനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോ അമ്മച്ചിക്ക് അതൊരിത്തിരി ദുഃഖമായിരുന്നു. അപ്പൊ ഒരു ടീച്ചറായിരുന്നു അവിടെ. അപ്പൊ സെയിം ടീച്ചർ എന്ന് അറിയപ്പെട്ട വെണ്ണിക്കുളം സെയിന്റ് ജോർജ് സ്കൂളിലെ അധ്യാപികയായിട്ട് 37 വർഷത്തോളം അമ്മ അവിടെ വർക്ക് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോൾ അമ്മ ഇവിടെ വന്നപ്പോ അല്ലെന്റെ അമ്മാമ്മ മാത്രമാണ്. അപ്പൊ അതിന് അമ്മയ്ക്ക് ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്ററോ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ, ഓരോ ആവശ്യങ്ങൾക്കുള്ള കൂടിച്ചേർന്നൊക്കെ ഒത്തിരി സന്തോഷമായിട്ട് അപ്പച്ചൻ പറയുന്നു. അപ്പോ അപ്പച്ചനെ ഒന്ന് ഓർക്കാതെ വയ്യ. അപ്പച്ചന്റെ അനിയൻ പോൾ, ഞങ്ങൾ പേപ്പറിലാണ് വിളിക്കുന്നത്. അപ്പൊ പേപ്പർ ഞങ്ങളുടെ കൂടെ എവിടെയുണ്ട്. അപ്പൊ അപ്പച്ചന് പകരമായിട്ട് പേപ്പറിലേക്കും തിരിതെളിക്കുക. പിന്നെ ഞങ്ങൾക്കുള്ളത് ഇടുക്കിയിലെ മമ്മിയാണ്. മമ്മിയുടെ പേര് അന്നമ്മ എന്നാണ്. ഷീസ് ഓൾമോസ്റ്റ് ടു 90. കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ 90ാമത്തെ ബർത്ത്ഡേ ആ സമയത്താണ് മരിച്ചത്. മമ്മിക്ക് ഇത്രയും ദൂരം വണ്ടി ഒഴിച്ചു വരാൻ സാധിക്കുകയില്ല. മൂത്ത ചേട്ടനാണ് ഇവിടെ, 2ാമത്തെ ചേട്ടൻ സൗദിയിലാണ്. ചേട്ടന്റെ വൈഫ്, മൂത്ത ഞങ്ങളുടെ മരുമകൻ, മകള് ഉണ്ട്. പിന്നീടുള്ളത് അലൻകുട്ടന്റെ തലതൊട്ടമ്മയും തലതൊട്ടനും ഞങ്ങൾക്ക് ആകെയുള്ള സിസ്റ്ററാണ് സിനി, എൻ്റെ സിസ്റ്ററിലോ, സിനിയുടെ ഹസ്ബൻഡ്. അതാണ് നമ്മളുടെ ഇമ്മീഡിയറ്റ് ഇതില്. പിന്നെ ഉള്ളത് എൻ്റെ ബ്രദറാണ്. കുറച്ച് നാൾക്കാലം ഇവിടെ ഇല്ലായിരുന്നില്ല. ഇന്നലെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെട്ടു. ജോമോ ഞങ്ങൾ വിളിക്കും. ജോർജ് ജോസഫ്, വൈഫ്, 2 കുട്ടികൾ, അമ്മച്ചി. അതാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോ രുചിവച്ചനും അമ്മച്ചിയും കൂടെ ആദ്യത്തെ തിരി തെളിക്കുക. 2ാമത്തെ തിരി പേപ്പറും അതുപോലെ തന്നെ തോമസ് സാറിന്റെ മൂത്ത ചേട്ടൻ PS ജോയും കൂടെ തിരി തെളിക്കുന്നു. പിന്നെ ബാക്കി 2 തിരികൾ ഞങ്ങൾ 2 കുടുംബങ്ങളും കൂടെ തിരി കത്തിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അലൻകുട്ടനും അമാലിയും വെർച്വലി കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിച്ച് ഏറ്റവും സന്തോഷത്തോടെ ഈ വർഷാവസാനം നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ വന്ന് ഒത്തുചേരാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് പിൻവലിക്കാനും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഫാദർ റിച്ചു വെളിയിലെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എനിക്ക് അവരുടെ ഓഫറിംഗ് പോയോ? ഞാനിവിടെ വന്നത് തന്നെ ഒരു പ്രസൻസ് ഓഫ് ഗോഡായിട്ടാണ്. അതായത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് പല പ്രാവശ്യം മാമും അതോടൊപ്പം തന്നെ സായിച്ചേട്ടൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഞാൻ സൺഡേ ആണ് ഇപ്പോൾ പെട്ടെന്ന് എത്തിയത്.
എങ്കിലും ഞാൻ ആദ്യം തന്നെ അവർ രണ്ടുപേർക്ക് എന്നെ ആദ്യമായിട്ടായിരിക്കും അമാലിയെ കാണുന്നത്. അമാലിയ ഹായ്. അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ പാവനമായ നമുക്കറിയാം തിരിതെളിക്കൽ ഭാരതീയ പൈതൃകത്തിൽ ഒരു സ്റ്റാർട്ടിങ്, ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയുന്ന ദീപം നമ്മൾ തെളിച്ച് ആരംഭിക്കുന്നു. ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ വിവാഹം ഉറപ്പിക്കുക. അങ്ങനെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത് വിവാഹം ഉറപ്പിക്കുക. ഒന്നാമത്തെ പ്രത്യേകത രണ്ടുപേരും ഇവിടെ ഇല്ലെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ എനിക്ക് പ്രത്യേകത തോന്നിയത് സാഹിത്യമായിട്ട് സംസാരിച്ചതെന്നുള്ളതാണ്. സാധാരണ മാമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സാഹിത്യമായിട്ട് 2 വർഷം ഒരു പ്രത്യേക നന്ദിയുണ്ട്. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുന്നത്, 2 കണക്ക് മാഷന്മാര് പെണ്ണ് കാണാൻ പോയൊരു സംഭവമാണ്. എനിക്ക് കേട്ടിട്ടുണ്ടാവും. കണക്ക് മാഷിന്റെ ആണ് പോകുന്നത്, വേറെ മാഷിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ മാഷിന്റെ പ്രത്യേകത ഇന്ന പേപ്പർ എഴുതി വയ്ക്കുന്ന സമയത്ത് ഈ പെണ്ണ് നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഇവര് പരസ്പരം ഞാനിടെ കണ്ട പോലെയൊന്നുമല്ല. ഞാൻ ചായക്കായിട്ട് വരുന്ന പതിവൊക്കെ കണ്ടാൽ വെച്ചാൽ അറിയാലോ. അങ്ങനെ വരുമ്പോ ഈ പെണ്ണിന്റെ അപ്പൻ മകളെ കുറിച്ച് ഭയങ്കര പ്രൗഡായിരുന്നു. ഇപ്പൊ നമ്മുടെ തോമസിയുടെ പ്രൗഡായിരിക്കുന്നു, തോമസിന്റെ ചേച്ചി പ്രൗഡായിരുന്നു. അപ്പൊ ഈ അപ്പൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അപ്പൊ ഈ കണക്ക് മാഷും മകനും മാഷിന്റെ അനിയൻ കൂടെ പോയിരിക്കുന്നു. മാഷെ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കും. പെൺകുട്ടി വന്നപ്പോ ഈ പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൾ എല്ലാ വർഷവും കലാതിലകമായിരുന്നു. അതേ മാഷ് ഈ വെള്ളത്തിൽ പൂജ്യം വെച്ചു. പിന്നെ പറഞ്ഞു എന്റെ മോൾ നന്നായി പാടും, സ്പോർട്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു, പിന്നെ എല്ലാത്തിനും ഹെൽപ്ലസ്. അങ്ങനെ ഒരു 8-9 പൂജ്യങ്ങൾ വരച്ചു ഈ കണക്ക് മാഷ്. കാരണം മാഷിനെ പൂജ്യവും 1-2 അങ്ങനത്തെ കണക്കുകളാണ് പൂജ്യം. അവസാനം ഈ പെണ്ണിന്റെ അപ്പം പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ എന്റെ സാറേ, എന്റെ മകൾ ദൈവവിശ്വാസമുള്ള ആളാണ്. അപ്പൊ ഈ പൂജ്യങ്ങളുടെ ഇടത് ഭാഗത്തുള്ള 1 വരച്ചു വെച്ചു. ആ 1 അവിടെ ഇല്ലെങ്കിൽ പേപ്പറിൽ എത്ര പൂജ്യമുണ്ട് ഒരു കാര്യം. ആ 1 വന്നപ്പോ പിന്നീട് വന്നത് 10,000, 100,000, 1,000,000, 10,000,000. എനിക്ക് തോന്നി 2 കുടുംബത്തെ കുറിച്ച് ഇപ്പൊ അന്ന് കണ്ട് ചെറിയൊരു പരിചയം മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ ഉണ്ടല്ലോ ആ 1 ദൈവം കണ്ടെത്തിയിട്ടുള്ളവരാണ്. കാരണം ഇവരൊക്കെ ജീവിതത്തിൽ എന്താ പറയാ സർവ്വ അതിജീവിച്ച് മനോഹരമായ ജീവിതത്തെ മാറ്റിയവരാണ്. എനിക്കത് പറയാൻ സാധിക്കും. മാമാണ് സ്കൂളിലൊക്കെ തന്നെ ചെറിയ സർവാഗ് ഒരു ഒന്നുമല്ലാതെ ഒരു സ്കൂളിനെ വളർത്തിക്കൊണ്ടുന്ന സമയമാണ്. എനിക്ക് ആദ്യമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ 2 പേരെയും അലനെയും മാലിന്യം ഓർത്തു പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവർ 2 പേരുടെയും പെട്ടെന്ന് പേര് അമാലിയും അമാന്ത, ട്വിൻസ് ആണ്. ട്വിൻസ് കുട്ടികൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അവർ ഒരുമിച്ച് ഒരേ ഡ്രസ് ഇട്ട് നടക്കുന്നത്, ഒരേ ഡ്രസ് അല്ല തോന്നുന്നല്ലേ. എനിവേ അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവരുടെ 2 പേരുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ റിന്യൂവൽ സെന്ററിലെ നൈപുണ്യ ഇന്റർനാഷണലിലെ ചാർജ് കൂടെയുള്ള അച്ഛനാണ്. പ്രത്യേകം ഈ അമാലിയ അമാന്ത സ്റ്റാർട്ടിംഗ് ചെയ്ത് അമാല എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് വെർബാണ്. ചില വെർബിന് അമാല ടു ലവ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ 2ന്റെ സ്റ്റാർട്ടിംഗ് സ്നേഹത്തിൽ നിന്നാണ്. നമ്മൾ അമാല എന്ന വെർബ് അങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്യുന്നത്, കോൺജുഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനത് പെട്ടെന്ന് ഇത് ഒറിജിനാണ് പെട്ടെന്ന് നോക്കി. ജർമാനിക് ഒറിജിനാണ് അമാലിയ എന്ന വാക്ക്. പക്ഷെ എന്റെ മീനിങ് ഇസ് ആക്ടിവിറ്റി, വെരി ആക്റ്റീവ്. ഞാൻ തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അലന്റെ ഒറിജിൻ നോക്കി കഴിഞ്ഞാൽ അലന്റെ ബി ചിയർഫുൾ എന്നുള്ളതാണ് എന്റെ മെയിൻ വേർഡ് മീനിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സന്തോഷവും ഈ ആക്ടിവിറ്റിയും കൂടെ നാളെ എല്ലാ ദിവസമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ചെറുപ്പക്കാരെ 3 വർഷമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് കാനഡയിൽ അവരുടെ ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് ഏറ്റവും വേണ്ടത് ദൈവാനുഗ്രഹമാണ്, ദൈവത്തിന്റെ ബലമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വളരെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് നിങ്ങളെല്ലാവരെയും. എനിക്ക് നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ആത്മീയ റിലേഷൻഷിപ്പാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ച് ആവശ്യങ്ങൾ പിന്നെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ റിലേഷൻഷിപ്പ് നടത്താൻ സാധിക്കും. എനിക്ക് 2 പേരുടെയും കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സ്നേഹമുണ്ട്. നിങ്ങളുടെ നിർബന്ധവും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് പിന്നെ അലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പാരന്റ്സിനേക്കാൾ ഭയങ്കര മെച്ചൂർ ആയിട്ട് കുട്ടികൾ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ തന്നെ നല്ല കോമ്പിനേഷൻ വൈബിലായി. അമാന്തയും അവരല്ല, നിങ്ങൾ 2 പേരും. അപ്പൊ അലിനെയും അമാന്തയൊക്കെ വളരെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം റിച്ച് ആയിട്ടാണ് നമ്മളെല്ലാവരും, പണത്തിൽ മാത്രം. അപ്പൊ നമുക്ക് തിരികെ പ്രവേശിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒരു നിമിഷം പ്രത്യേകിച്ച് ഞാനിടെ ആയിരിക്കുന്ന നമുക്ക് ഓർക്കാം. അവര് പരസ്പരം കണ്ടുമുട്ടി ഒരു കുടുംബമാകാനായി ദാമ്പത്യത്തിലൊന്നാകാൻ ആഗ്രഹിക്കുന്ന
ഒന്നാകുന്ന ഒരു കൂതാശയുടെ വിവാഹം ദൈവമേ ഇവരുടെ തീരുമാനത്തിൽ സ്വർഗത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം. ഇവരുടെ ജീവിതം അങ്ങോളം ദൈവത്തിന്റെ തണലിൽ സ്നേഹത്തോടെ ആയിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് വാഗ്ദാനങ്ങളിൽ വിശ്വാസനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വസതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളിലും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനാകണമേ. പൂർവ്വപിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ അങ്ങ് സംപ്രീതനായല്ലോ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്ന ഈ വിവാഹ ഉടമ്പടിയിലും അങ്ങ് സംപ്രീതനാകണമേ. ഉടമ്പടികളെ ലംഘിക്കുന്നവർ കണ്ട ശിക്ഷകൾ ദൈവമേ, ഞങ്ങൾ അങ്ങേ കോപത്തിനിടയാകാതിരിക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കാൻ പോകുന്ന ഉടമ്പടിയിൽ വിശ്വസ്തത നിലനിൽക്കുവാനുള്ള ഞങ്ങളെ സഹായിക്കണമേ. ഇതുവഴി ബന്ധുരാകാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അലനെയും അമാനെയും ഹൃദയങ്ങളെ എന്നും ഒരുവിൽ നിലനിർത്തണമേ. അവരെ അങ്ങയുടെ കൃപയാൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായി എന്നേക്കും. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഉടമ്പടി പാലിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന കുടുംബ ബന്ധം അഭംഗം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉറപ്പിക്കുന്ന വിവാഹ ഉടമ്പടി ഭാവി നന്മയ്ക്ക് ഉദ്ധരിക്കമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സഹായ സഹകരണങ്ങൾക്കും ഈ ഉടമ്പടി അടിസ്ഥാനമായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി മൂലം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അലൻ മോളെയും അമാനിയ മോളെയും പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും മരണം വരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വാസികളും ഉടമ്പടികളിൽ തീഷ്ണതയുള്ളവരുമായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ വിവാഹ ഉടമ്പടിയിൽ അങ്ങ് ഉറപ്പിക്കണമേ. ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഉറപ്പിക്കുന്ന ഈ ഉടമ്പടി വഴി വിവാഹിതരാക്കുവാൻ പോകുന്ന അലൻ മോനെയും അമാനിയെയും അങ്ങയുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയിൽ അവരെ ബന്ധിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളർത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ആശീർവാദത്തിനായിട്ട് നമ്മളെല്ലാവരും കൂടെയുണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ തീരുമാനത്തോടും നിങ്ങളുടെ സ്വപ്നങ്ങളോടും നിങ്ങളുടെ പ്രതീക്ഷകളോടും നിങ്ങളുടെ പദ്ധതികളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അലന്റെ ഒരേ ഒരു അമ്മാവൻ സിന്ധു മാമിന്റെ അനിയൻ ജോർജ് ജോസഫ് സാറിനെ ഉടമ്പടി വായിക്കുന്നതിനായി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളി ഇടവക തലത്തിൽ സാജു സിന്ധു ദമ്പതികളുടെ മകൻ അലൻ സാജു, കോതമംഗലം അതിരൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് നെല്ലിമറ്റം പള്ളി ഇടവക പാറയ്ക്കൽ തോമസ് ലില്ലി ദമ്പതികളുടെ മകൾ അമാലിയ ഫിലോമിന തോമസും തമ്മിലുള്ള വിവാഹ ഉടമ്പടി. തിരുസഭയുടെ നടപടിക്രമം അനുസരിച്ച് ഇരു കുടുംബങ്ങളും ചേർന്ന് ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ച ദൈവനാമത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. മനസ്സമ്മതവും കല്യാണവും 50 നോമ്പ് കഴിഞ്ഞുള്ള 2026 ഏപ്രിൽ മാസത്തിൽ നടത്തുന്നതായിരിക്കും. കൃത്യമായ ദിവസവും സമയവും എല്ലാവരെയും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അതിനായി അലന്റെ ഗോഡ് ഫാദർ സതീഷ് അങ്കിളിനെയും ഗോഡ് മദർ സിനി ആന്റിയെയും പേരിലേക്ക് ക്ഷണിക്കുന്നു. കൂടെ അലന്റെ അപ്പ സാജു സാറിനെയും അമാനയുടെ അപ്പ തോമസ് സാറിനെയും പേരിലേക്ക് ക്ഷണിക്കുന്നു. ജീവിതത്തിൽ നാളിതുവരെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്
അവിടെ കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ഒരു 6 years ആയിട്ട് സിസ്റ്റർ മാരീഡ് ടു ദിസ് പ്ലേസ്. ഇതിന്റെ പ്രയറിൽ ഭയങ്കര ഇതാണ്. ഒരു പ്രയർ ഇതില് നിക്കോള രാമജിയുടെ സ്റ്റുഡന്റിന്റെ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, വിവിനയുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ്. അപ്പോ just to see Kerala like this place, I hope. Anyway, she is here for 6 years. അവള് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോ ഇവര് സത്യം പറഞ്ഞാൽ ചിഹ്നം ഒന്നാണ്. നമ്മുടെ വിചാരം നമ്മുടെ മോന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. ഫോട്ടോഗ്രാഫേഴ്സിന് തമ്മിപ്പോ ആരും വരുന്നില്ല. എല്ലാവർക്കും പല സ്ഥലത്തുനിന്നും ശ്രമിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, മാം എന്തിനും ഫോട്ടോഗ്രാഫർ തപ്പി കിടക്കുന്നത്, ഞങ്ങൾ ഇവര് തന്നെയാണ് സ്കൂളിലെ റീലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഫ്രം മൈ ഹാർട്ട്. എനിക്ക് അതിക്കുള്ളൊന്നും പറയാനില്ല. ചിത്ര അല്ലയുടെ കാര്യം പറഞ്ഞ പോലത്തെ ഒരു ആളാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഒരു 2 years ബാക്ക് ഞങ്ങൾക്കൊരു മിനി മാനിയ എന്ന് പറഞ്ഞൊരു വലിയൊരു ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷന്റെ മെയിൻ ആളായിരുന്നു ചിത്ര. ആ സമയത്ത് അച്ഛൻ മരിക്കും. അച്ഛൻ ഗൾഫിൽ നിന്ന് റിട്ടേണായി വന്ന് അവളുടെ കല്യാണം നടത്താൻ വന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആട്ടിലാക്കായിട്ട് മരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ നന്ദി ഞങ്ങളെക്കാളും കൂടുതലാണ് അല്ല എന്ന് പറഞ്ഞ മാതിരി അവളുടെ അമ്മാമ്മക്ക് വയ്യാന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ രാത്രി അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, മാമിന്റെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചിരുന്നു, ദാറ്റ് വാസ് നോട്ട് മൈ ഗ്രാമർ. മാമിനെ അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ അവിടെ നിന്ന് ചിത്ര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറയുന്ന സ്കൂളിൽ വന്നിട്ടുള്ള ഡ്രീമാണ് ഒരു 200 സ്റ്റുഡൻസിനെ പങ്കെടുപ്പിച്ചിട്ടുള്ള വലിയൊരു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ യങ്സ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്, എത്ര വലുതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പം ചിത്രയുടെ കല്യാണമാണ് ഞാൻ ആങ്കർ ചെയ്യുന്നത്. 26-ന് എന്റെ ഹസ്ബൻഡ് നമ്മുടെ മൂക്കന്നൂർ അവിടെ ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ, MA പോയി വർക്ക് ചെയ്യാണ്. അപ്പൊ കല്യാണമാണ്. എന്നാലും ഞാൻ പറഞ്ഞു വേണം പറഞ്ഞപ്പോ ഇല്ല മാം, അത് മാമിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഫ്രം അമ്പലപ്പുഴ. താങ്ക് യു സോ മച്ച്. അങ്ങനെ വന്ന എല്ലാം അച്ഛന്മാരൊക്കെയാണ്. പക്ഷേ എല്ലാം അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി തോമസ് എന്നോട് ക്ഷമിക്കുക. നമ്മളാകെ 10-30 പേരുള്ളൂ. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പൈൻ്റെ കൂടെ വന്ന് ഫോട്ടോയിൽ കൂടി എടുക്കാം. എല്ലാവരെയും ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്നാലും കുടുംബം ഇവിടെ എളുപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് കുടുംബമാണ്. ഞാനും ദില്ലിയും. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിന്റെ 2 സൈഡിലുള്ള പാലക്കാട്. ഇപ്പോ ഞങ്ങളുടെ വന്നിരിക്കുന്നവരെ മൂത്ത ചേട്ടനുണ്ട്, എല്ലാവരും കണ്ടു വിളിച്ചത്. പിന്നെ ചേച്ചിയുണ്ട് കൂടെ. അതുപോലെ രണ്ടാമത്തെ ചേട്ടൻ ജോർജ്, വലിയ റജി, ഞങ്ങളുടെ പെങ്ങള് റോസലി, അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മാനിയുടെ തലതൊട്ടമ്മയുമായ ചേച്ചിയും. പിന്നെയുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ സെക്കൻഡ് ജനറേഷൻ മൂത്ത ചേട്ടന്റെ മോളും മരുമോനും സിനി ജിജോ. പിന്നെയുള്ളത് ദില്ലിയുടെ ചേച്ചിയുടെ മോളും മോനും ജിജി ജോണി. പിന്നെ ഞങ്ങളുടെ ആലീസ് ചേച്ചി, അതായത് ദില്ലിയുടെ ബ്രദറിന്റെ. പിന്നെ മൂത്ത വലിയേട്ടന്റെ മോള് ഗീത. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം വളരെ അമ്മയുടെ ആനയുടെ മോനും ഭാര്യയും സാബുവൻ സോജി. അഞ്ചു റോയ്സ് ചേട്ടന്റെ മോനും.
ബോസ് സോ ഞങ്ങളൊരു കുടുംബം പോലെയാണ്. അതാണ് മഹേഷിനെ വിട്ടുപോയി. താങ്ക് യു ഇതായിരുന്നു മോന്റെ ഹസ്ബൻഡ് ടാറ്റ ടാക്സിയിൽ വർക്ക് ചെയ്യുന്നു. ഈസ് വെരി സീനിയർ പോസ്റ്റാണ്. മോള് മെന്നാപ്പൂർ ലയോള സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവർ പ്ലസ് ടു വിത്ത് 2 ബോയ്സ്. ഞങ്ങളിപ്പോ പെൺകൊച്ചുങ്ങളാണ്, ഇതിനെ മാത്രമേ ഉള്ളൂ. അവരും ഇതുപോലെ തന്നെ ആരന്റെ ഏതിന്റെയും അതേപോലെ തന്നെ പല TV ഷോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വർഗീയപ്പെട്ട സിന്ധുവിന്റെ ഫാദറിന്റെ പെങ്ങളുടെ മകനാണ്. ഞങ്ങൾ എടപ്പള്ളി താമസിക്കുന്നു. എൻ്റെ വൈഫ് സ്റ്റെല്ല. ഞങ്ങൾക്കൊരു മകളാണ് ഉള്ളത്. അവർ കല്യാണം കഴിച്ച് ജർമ്മനിയിൽ സെറ്റിലാണ്. 40-45 ദിവസമായിട്ട് സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയാണ് തൃശ്ശൂരിൽ പോകുന്നത്. അതായത് മകനും അമ്മായിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നൽകുന്നു. ഇത് ട്രേസി, സിബി, സൗമ്യ. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊന്നും വിളിക്കാത്തത് എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. ചെറിയ പേരുകൊണ്ട് ഏറ്റവും ഏത് സമയവും വിളിച്ചു.